നമ്മുടെ വീടിൻ്റെ വാതിലുകളും ജനാലുകളും തിന്നു നശിപ്പിക്കുന്ന വെറും ശല്യക്കാർ മാത്രമാണോ ഈ ചിതലുകൾ? നോക്കിക്കഴിഞ്ഞാൽ പ്രകൃതിയിലെ ഏറ്റവും ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള എഞ്ചിനീയർമാരും അതിജീവനത്തിൻ്റെ രാജാക്കന്മാരുമാണ് ഈ ചിതലുകൾ. ചിതലുകളെക്കുറിച്ച് നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത 10 കാര്യങ്ങൾ നോക്കാം. കാഴ്ചയിൽ ഉറുമ്പിനെ പോലെ തോന്നുമെങ്കിലും ഉറുമ്പല്ല, പാറ്റയാണ് ചിതലുകളുടെ ബന്ധു. ഏകദേശം 150 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് പാറ്റകളിൽ നിന്ന് പരിണമിച്ചുണ്ടായതാണ് ചിതലുകൾ. മഴക്കാലങ്ങളിൽ പുറത്തു വരുന്ന ഈയാമ്പാറ്റകൾ ചിതൽ തന്നെയാണ്. നമ്മുടെ വീടിൻ്റെ ലൈറ്റിൻ്റെ എല്ലാം ചുറ്റും പറക്കുന്ന ഈയാമ്പാറ്റകൾ ചിതൽ തന്നെയാണ്. ചിതലുകൾ പുതിയ കോളനികൾ സ്ഥാപിക്കുന്നതിനും ഇണയെ കണ്ടെത്തുന്നതിനുമായിട്ടാണ് ഇത്തരത്തിൽ പുറത്തു വരുന്നത്. നമ്മുടെ തേനീച്ചകളെ പോലെ തന്നെ ചിതലുകളുടെ കോളനിക്കും ഒരു റാണി ഉണ്ടാകും. ഈ റാണിയുടെ ആയുസ് 25 മുതൽ 30 വർഷം വരെ ആവാം. പ്രാണികളുടെ ലോകത്ത് ഈ ഒരു ആയുസ് റെക്കോർഡാണെന്ന് തന്നെ പറയാം. റാണി ചിതലിൻ്റെ ഏക ജോലി എന്ന് പറയുന്നത് മുട്ടയിടുക എന്നതാണ്. ഒരു ദിവസം തന്നെ 30,000 മുതൽ 40,000 വരെ മുട്ടകൾ ഒരു റാണി ചിതൽ ഇടും. അതായത് ഓരോ 2 സെക്കൻഡിലും ഒരു മുട്ട വീതം റാണി ചിതലുകൾ ഇടുന്നു. ഒരു കോളനിയിലെ മുഴുവൻ ജോലികളും ചെയ്യുന്നത് വേലക്കാർ എന്നറിയപ്പെടുന്ന മറ്റൊരു വിഭാഗമാണ്. അവയ്ക്ക് പൂർണ്ണമായും കാഴ്ചശക്തി ഇല്ലാത്തവരാണ്. സ്പർശനത്തിലൂടെയും ഗന്ധത്തിലൂടെയും എല്ലാമാണ് ആശയവിനിമയം നടത്തുന്നത്. മരങ്ങളിലുള്ള സെല്ലുലോസ് ആണ് ഇവയുടെ പ്രധാന ആഹാരം. സെല്ലുലോസ് നേരിട്ട് ദഹിപ്പിക്കാൻ ചിതലുകൾക്ക് കഴിയില്ല. ചിതലുകൾക്കുള്ളിലുള്ള പ്രത്യേകം ഒരു ബാക്ടീരിയയാണ് ആവശ്യമായ ഊർജ്ജം നൽകുന്നത്. നമ്മൾ പലപ്പോഴും പാമ്പിൻ്റെ മാളമായിട്ട് തെറ്റിദ്ധരിക്കാറുള്ള ചിതൽപ്പുറ്റുകൾ യഥാർത്ഥത്തിൽ ചിതലുകൾ മണ്ണും ഉമിനീരും കൊണ്ട് ഉണ്ടാക്കുന്ന വലിയ കൊട്ടാരങ്ങളാണ്. ചിതലുകൾ അവയുടെ ഈ വീട് ഉപേക്ഷിച്ച് പോകുമ്പോൾ മാത്രമാണ് അത് പാമ്പുകൾക്ക് മാളമായി തീരുന്നത്. ചിതൽപ്പുറ്റുകൾക്കുള്ളിൽ എപ്പോഴും ഒരേ താപനിലയായിരിക്കും ഉണ്ടാവുക. പുറത്ത് എത്ര ചൂടാണെങ്കിലും ഉള്ളിൽ തണുപ്പ് സംരക്ഷിക്കാനുള്ള എല്ലാ വഴികളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരം പുറ്റുകൾ ചിതലുകൾ ഒരുക്കുന്നത്. കിഴക്കൻ രാജ്യങ്ങളായ ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് എന്നിവിടങ്ങളിൽ ചിതലുകൾ തെക്ക് വടക്കായിട്ട് അവയുടെ പുറ്റുകൾ നിർമ്മിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. സൂര്യപ്രകാശത്തിൻ്റെ നേരിട്ടുള്ള ചൂട് ഏൽക്കാതിരിക്കാനാണ് ഈ ബുദ്ധി അവർ ഉപയോഗിക്കുന്നത്. ബ്രസീലിൽ കണ്ടെത്തിയ ഒരു ചിതൽപ്പുറ്റാണ് ലോകത്തിൽ തന്നെ ഏറ്റവും പഴക്കമുള്ളതായി കണ്ടെത്തിയിട്ടുള്ളത്. ബ്രിട്ടൻ എന്ന രാജ്യത്തിൻ്റെ വലിപ്പത്തോളം വിസ്തൃതിയുണ്ട് ഈ ചിതൽപ്പുറ്റിന്. 3800ഓളം വർഷം പഴക്കമുള്ള ഏകദേശം 20 കോടിയിലധികം ചിതൽ കോളനികളാണ് ഈ പുറ്റിലുള്ളതെന്ന് കണക്കാക്കപ്പെടുന്നത്.